ദിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഫുൾ ചിക്കനാണ്. ഇതിൽ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില നല്ലതുപോലെ പേസ്റ്റാക്കിയ ശേഷം ഒരു പൂണ്ട് വെളുത്തുള്ളി, അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കി ഇടുക. ഇതിനൊപ്പം പിന്നെ നമ്മൾ ചേർക്കേണ്ട പൊടികൾ ഒരു സ്പൂൺ മുളക് പൊടി, മുളക് പൊടി ഏതായാലും മതി, കാശ്മീരി ചില്ലിയോ സാദാ ചില്ലിയോ ഏതായാലും മതി. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ സ്പൂൺ അങ്ങ് ചേർക്കുക. മഞ്ഞൾ മാത്രം അര സ്പൂൺ മതി. ഇത്രയും ചേർത്ത ശേഷം നല്ലതുപോലെ പേസ്റ്റാക്കിയ ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു നാരങ്ങാനീരോടെ പിഴിഞ്ഞൊഴിക്കുക. ഹാഫ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ലത് ഇതിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതിലെല്ലാം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കറിവേപ്പില ഉണ്ടെങ്കിൽ നിരത്താം. അതിനുശേഷം വെള്ളം ഒന്നും ഒഴിക്കരുത്. അത് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ കേൾക്കുന്നത് വരെ 1-2 വിസിൽ കേട്ടാൽ മതി. ലാസ്റ്റ് വേണമെങ്കിൽ ഇത് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ അവസ്ഥ. കാല് കാണുമ്പോൾ തന്നെ അറിയാൻ വെന്തിട്ടുണ്ടെന്ന്. രണ്ടെടുത്ത് നോക്കാം വെന്തോന്ന്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ഒക്കെ നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്ത്. ചൂട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കണക്കാണ്. നമുക്ക് ഷാലോ ഫ്രൈയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. മറിക്കാൻ ബുദ്ധിമുട്ടാണ്ട് ഈ പാത്രം വെച്ചിട്ട് ഇതുപോലെ ഇരിക്കും നമ്മുടെ ചിക്കൻ. ഫുൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണത്. അതൊന്ന് വറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ശകലം പൊരിഞ്ഞ് കിട്ടും. എണ്ണയൊന്നും ഒരുപാട് ഒഴിച്ചില്ല. ഒരു ശകലം എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. 1 ഗ്രാം എണ്ണ പോലും ഒഴിച്ചിട്ടില്ല. നമ്മൾ ഫിഷ് പൊരിക്കാൻ എത്രത്തോളം എണ്ണ ഒഴിക്കുക അത്രത്തോളം എണ്ണ മാത്രം മതി ഇതിനും. ഇതിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഈ ചിക്കനിലെ വെള്ളമാണിത്. ഫ്രിഡ്ജിനും കൂടെ വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വെള്ളം വരുന്നത്. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ സവാള വട്ടത്തിന് അരിഞ്ഞത് വെക്കാം, ക്യാപ്സിക്കം വട്ടത്തിന് അരിഞ്ഞത് വെക്കാം, പിന്നെ നമുക്ക് തക്കാളി വട്ടത്തിന് അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇത്ര നല്ല ഭംഗിയായിരിക്കും. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ സ്പൂൺ വെച്ചാണ് ചിക്കൻ എടുക്കുന്നത്. സ്പൂൺ വെച്ച് നല്ലതുപോലെ